ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ടിംഗ്ലിംഗ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്വിറ്റ്സർലൻഡിലെ കാഴ്ചകളാണ്. ഇത് നമ്മളിപ്പോൾ യാത്ര പോകാൻ പോകുന്നത് സെൻറ്റ് ബെർണാർഡിനോ എന്ന് പറയുന്ന ഒരു പാസ് കാണാനായിട്ടാണ്. അത് നമ്മുടെ ആൽപ്സ് മൗണ്ടനിലെ അതിൻ്റെ ടോപ്പാണ്. ഏകദേശം ഒരു 2065 മീറ്റേഴ്സ് ഹൈറ്റിലാണ് പോകുന്നത്. നമ്മൾ അങ്ങ് ടോപ്പ് വരെ ഇത് റോഡുണ്ട്. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ മൗണ്ടൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ പാസിൻ്റെ മേളിൽ ഒരു സെൻറ്റ് ബെർണാർഡിനോ ലേക്കും ഉണ്ട്. ഏറ്റവും ടോപ്പിൽ ലേക്കും ഉണ്ട്. അപ്പം നമ്മൾ ഭയങ്കര രസമാണ് ഈ കാഴ്ചകളൊക്കെ. അതിൻ്റെ ഇടയ്ക്കായിട്ട് മറ്റേ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല ഒരു ലാൻഡ്സ്കേപ്പാണ്. പിന്നെ പഴയ കാസിലുകളൊക്കെ അതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന സ്പോട്ടുകളൊക്കെ ഉണ്ട്. ഇത് ഈസ്റ്റേൺ യൂറോപ്പ് ആണ്, സ്വിറ്റ്സർലൻഡാണ്. ഈസ്റ്റേൺ സ്വിറ്റ്സർലൻഡാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു കാസിലുണ്ട്. ആ കാസിലിൻ്റെ പേര് മെസോക്കോ കാസിലാണ്. അപ്പം നമ്മളത് കാണാനായിട്ട് പുറപ്പെടുകയാണ്. നമ്മൾ മൗണ്ടൻ കയറാൻ തുടങ്ങി കേട്ടോ. കണ്ടോ, നിറച്ചും മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ. പൈൻ ട്രീസാണ് കൂടുതലും ഉള്ളത് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ മരങ്ങളൊക്കെ ഇവർ ഒടിഞ്ഞു വീഴുമ്പോൾ ഹെലികോപ്റ്ററിൽ വന്നാണ് ഇത് വെട്ടി മാറ്റുന്നതൊക്കെ. അങ്ങനെ വെട്ടി മാറ്റി അത് എടുത്തുകൊണ്ട് പോകുന്ന ഹെലികോപ്റ്ററൊക്കെയാണ്. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നേച്ചർ ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത് ഇതാണ് കേട്ടോ ശരിക്കും. നമ്മൾ പോയത് സമ്മർ ആകാറായപ്പോഴാണ് പോയത്. അതുകൊണ്ട് തന്നെ അവിടെ ഇത് മൗണ്ടൻ്റെ മേളിലൊക്കെ കുറച്ച് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, ഐസൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ അവിടം വരെ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തേ ഉള്ളൂ, അവിടം വരെ ചെല്ലാൻ പറ്റത്തില്ല. റോഡ് അങ്ങനെ അല്ലല്ലോ, റോഡ് അതുവഴി അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ആണെങ്കിലും ഈ മൗണ്ടനിൽ മേളിലോട്ട് പോകുന്തോറും അവിടെയൊക്കെ സൈഡുകളിലൊക്കെ വീടുകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ വീടുകളുണ്ട്. പിന്നെ ബ്രിഡ്ജുകളുണ്ട്. നമ്മളിലതേ കണ്ടോ, വെള്ളച്ചാട്ടം കണ്ടോ, വാട്ടർഫോൾസ്, ചെറിയ ചെറിയ വാട്ടർഫോൾസുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ രണ്ട് മൗണ്ടൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ ട്രെയിനൊക്കെ ഉണ്ട്, ബ്രിഡ്ജൊക്കെ ഉണ്ട്. അതേ കൂടെ ട്രെയിനൊക്കെ പോകുന്നതൊക്കെ കാണാം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ മെസോക്കോ കാസിൽ. അതായിരുന്നേ. മൗണ്ടൻ്റെ മേളിലോട്ട് പോകുന്നതായതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തണുപ്പായിരുന്നു ടോപ്പിൽ. താഴെ നമുക്ക് അത്രയും സമ്മറിൻ്റെ ഒരു ഇതാണ്, തുടക്കമായിരുന്നുകൊണ്ട് അത്രയും കുഴപ്പമില്ലായിരുന്നു. എൻ്റെ താഴെ വീടുകളൊക്കെ കണ്ടോ സൈഡിൽ. ഇവിടുന്ന് നമുക്ക് കാണാനുള്ള കാഴ്ച ഭയങ്കര രസമാണ് കേട്ടോ. മേളിൽ നിന്നുള്ള കാഴ്ചകൾ ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ലേക്കുണ്ട്. ആ ലേക്കിലിൻ്റെ സൈഡിൽ നിറച്ച് പൈൻ ട്രീസൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ റിഫ്ലക്ഷൻ, ഈ പൈൻ ട്രീസിൻ്റെ റിഫ്ലക്ഷൻ ഈ വെള്ളത്തിൽ കാണുമ്പോൾ ഭയങ്കര രസമാണ്. അതൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് ഭയങ്കര രസമാണ്. നമ്മൾ ഈ മാഗസീൻ്റെ പുറത്തൊക്കെ കാണത്തില്ലേ, ഇങ്ങനെ പിക്ചറുകളൊക്കെ കാണത്തില്ലേ, മറ്റേ നേച്ചർ ഇത് കാണത്തില്ലേ. അപ്പോൾ അതുപോലൊക്കെ തന്നെ ഇരിക്കും. നമ്മളും ഫോട്ടോ എടുത്താൽ അങ്ങനെ തന്നെ കിട്ടും ആ റിഫ്ലക്ഷൻ. അത്രയും ക്ലിയർ വാട്ടറുമാണ് അത് ആ ലേക്കിലൊക്കെ. അവിടെ അങ്ങ് ദൂരെ മറ്റേ വാട്ടർഫോൾ കാണാം, ചെറിയ വാട്ടർഫോൾ. ഇതാണ് കാസിൽ, മെസോക്കോ എന്ന് പറഞ്ഞ കാസിലാണ്. ഒരു പഴയ കാസിലാണ് കേട്ടോ. ഇതിന് ടോപ്പ് വരെ നമുക്ക് കാറിൽ പോകാം കേട്ടോ. ടോപ്പ് വരെ. ഇടയ്ക്ക് ചെറിയ നമുക്ക് റെസ്റ്റ് എടുക്കാനായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഫോട്ടോസും ഒക്കെ എടുക്കാനൊക്കെ പറ്റും കേട്ടോ. വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ, ഒരു കൺട്രിയാണ് സ്വിറ്റ്സർലൻഡ്. വളരെ ക്ലീനായിട്ടുള്ള ഒരു രാജ്യമാണ്.
എന്താ പറയുക, ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ തന്നെ പറയുന്നതൊക്കെ കറക്റ്റാണ്. അത് അവിടെ പോയി കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. നല്ല ഫ്രഷ് എയറാണ്. അത് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ സ്വിറ്റ്സർലൻഡിലെ കാഴ്ചകൾ. അവർക്ക് ഏറ്റവും ഇഷ്ടം ഈ ഗ്രീനറിയാണ് ആ കൺട്രിയിലുള്ള. അവർ അതുകൊണ്ട് ഈ മരങ്ങളും ചെടികളും ഒക്കെ പച്ച ഇത് പിന്നെ അതിങ്ങനെ കെയർ ചെയ്യും, നല്ലതായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും, ഒന്നും നശിപ്പിക്കാതൊക്കെ. ഇവിടെ ഈ മതിലുകളൊക്കെ ഒന്നും അധികം പണിയത്തില്ല, കാരണം ഇത് കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടേ. അതുകൊണ്ട് മതിലുകളൊന്നും ഒത്തിരി പൊക്കത്തിലുള്ള മതിലുകളൊന്നും പണിയാൻ പാടില്ല. വീടുകൾക്കൊക്കെ ആണെങ്കിലും ചെറിയ മതിലുകളൊക്കെ പാടുള്ളൂ. കഴിവതും മതിലുകൾ പണിയാൻ ഇവർ സമ്മതിക്കില്ല. ചെടികളൊക്കെ വെച്ചുള്ള പിന്നെ ഇങ്ങനെ മതിലുകളൊക്കെയാണ് എല്ലാ വീടുകളിലും ഒക്കെ സാധാരണ കാണുന്നത്. കണ്ടോ, അതെ അവിടെ കൂടെ റോഡാണ്. ആ റോഡിലോട്ട് നമ്മൾ കയറുന്നുണ്ട്. ബ്രിഡ്ജ് കണ്ടോ? ആ ബ്രിഡ്ജിലോട്ട് അതിൻ്റെ അവിടെ കൂടെ റോഡാണ്. നമ്മൾ അതിലോട്ട് കയറാൻ പോവുക. ഈ റോഡിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ മാനുകളൊക്കെ ഉണ്ട്. മാനുകളൊക്കെ ചിലപ്പം ചില സമയത്തൊക്കെ ഇങ്ങനെ വരും റോഡ് ക്രോസ് ചെയ്യാനായിട്ടൊക്കെ. വേറെ വന്യജീവികളായിട്ടുള്ള അങ്ങനെ വലിയ ഇതൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. മാനുകളൊക്കെ ഉള്ള ചെറിയ ചെറിയ അങ്ങനത്തെ ഇതൊക്കെ കേട്ടിട്ടുള്ളൂ. ആൽപ്സ് മൗണ്ടൻ ആണ് ഇത് മൊത്തം കേട്ടോ. ഈ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത് ആ കൺട്രിയുടെ ചുറ്റുമാണ് ഈ ആൽപ്സ് മൗണ്ടൻ ഇങ്ങനെ കിടക്കുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ കേട്ടിട്ടുള്ളതല്ലേ ആൽപ്സ് പർവ്വത നിരകളെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ്. ഇവിടെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ബൈക്കിലൊക്കെ റൈഡേഴ്സൊക്കെ വരാറുണ്ട് കേട്ടോ ഇതിൻ്റെ ടോപ്പിലേക്ക്. സാൻ ബെർണാർഡിനോ പാസ് എന്നാണ് അതിൻ്റെ മേളിൽ, അതിൻ്റെ ടോപ്പിൽ അതിൻ്റെ ബോർഡൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേ കണ്ടോ, ഇവിടെ സൈഡിൽ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ ഞങ്ങൾ സ്റ്റോപ്പ് ഏരിയ ആയിരുന്നു. അപ്പോൾ നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയതാണ് കേട്ടോ. കണ്ടോ, ഇതെല്ലാം മൊത്തം ആൽപ്സ് പർവ്വതനിരകളാണ് ഈ കാണുന്നത് മൊത്തം. കണ്ടോ അതിൻ്റെ കണ്ടോ ഐസ് കിടക്കുന്നുണ്ടോ? ഐസ് കിടക്കുന്നുണ്ട്. വീണ്ടും ഞങ്ങൾ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അണ്ട ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് കളറിൽ കാണുന്നുണ്ടോ? അവിടെയൊക്കെ ഐസ് വീണ് കിടക്കുന്നതാണ്. ഏകദേശം ടോപ്പ് എത്താറായതിൻ്റെ ഇതാണ് അങ്ങനെ കാണുന്നത്. മേളിലൊക്കെ ഐസുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാണാം നമുക്ക്. താഴെ കുറേ വീടുകളൊക്കെ കണ്ടോ? കണ്ടോ പൈൻ ട്രീസ് നിൽക്കുന്നുണ്ടോ? നല്ല രസമല്ലേ? നല്ല ക്രിസ്മസ് ട്രീ മാതിരി ഇരിക്കുന്നു അല്ലേ? ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. ഇതിൻ്റെ ടോപ്പിലൊരു ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിൻ്റെ പേരും ഇത് തന്നെയാണ്. സാൻ ബെർണാർഡിനോ ലേക്ക് എന്നാണ് അതിൻ്റെ പേര്.
നമ്മൾ നോക്കുമ്പോൾ ആകാശം ഇങ്ങനെ ടച്ച് ചെയ്യുന്നതൊക്കെ നമുക്ക് തോന്നും, ഇങ്ങനെ മൗണ്ടൻ, അങ്ങനെ ഒരു ഭംഗിയാണ്, ഭയങ്കര രസമാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ സമയത്താണ് അവിടെ പോയത് കേട്ടോ. പക്ഷെ എന്നാലും ഭയങ്കര തണുപ്പായിരുന്നു, ടോപ്പിലോട്ട് പോകും തോറും ഭയങ്കര തണുപ്പായിരുന്നു. അവിടെ എല്ലാം മഞ്ഞ് കിടക്കുന്ന കാണാം, വെള്ള ഇതിൽ. കുറേ ആൾക്കാരൊക്കെ കണ്ടോ, ബൈക്ക് റൈഡേഴ്സൊക്കെ അവരൊക്കെ പോയിട്ട് തിരിച്ചു പോരുന്നതാണ്. കണ്ടോ അവിടെ കണ്ടോ മഞ്ഞുണ്ടോ കിടക്കുന്നുണ്ടോ, ഐസ് വീണ് കിടക്കുന്നുണ്ടോ. അവിടെ വഴിക്ക് നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല, റോഡ് അങ്ങോട്ടില്ലല്ലോ. ഇവിടെ നിന്ന് കാണാൻ പറ്റും, നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഉണ്ടോ കുറച്ച് ഭാഗം ഇങ്ങനെ ഫോഗ് കണ്ടോ, മൂടൽ മഞ്ഞ് ഇങ്ങനെ വന്നേക്കുന്നത്, അതും കാണാൻ പറ്റും. വളരെ ഭംഗിയില്ലേ കാണാൻ. നിങ്ങളെൻ്റെ വീഡിയോസ് ഇനിയും കാണണേ. ഇനിയുള്ള വീഡിയോസിലൊക്കെ സ്വിറ്റ്സർലൻഡിൽ കൂടുതൽ കാഴ്ചകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മുടങ്ങാതെ കാണണം കേട്ടോ. ഇടുന്ന വീഡിയോസൊക്കെ ഒന്ന് കാണണേ. പിന്നെ അതേ ഇതാണ് ലേക്കിൻ്റെ അവിടെ നമ്മൾ എത്തി കേട്ടോ. ഉണ്ടോ ലേക്ക് ഉണ്ടോ, നല്ല തെളിഞ്ഞ വെള്ളമാണ്, ഒരു അഴുക്കോ ഒന്നും ഇല്ലാത്തൊരു വെള്ളമാണ്. ഇവിടെ കാറുകളൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. 2065 മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ. നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കാണുന്നത് മാത്രം പോരാ കേട്ടോ. വീഡിയോ കയറണം, വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും അടുത്ത വീഡിയോസൊക്കെ ഇടുമ്പോൾ ചാനലിൽ കയറി വീഡിയോസൊക്കെ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഉണ്ടോ ഇത്രയും ടോപ്പിൽ ഒരു ലേക്ക് എന്ന് പറയുന്നത്, ഒരു മൗണ്ടൻ്റെ മേളിൽ ഇത്രയും ടോപ്പിൽ ലേക്ക് കിടക്കാൻ ഭയങ്കര ഒരു ഭംഗിയല്ലേ കാണാൻ. അവിടെയൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്ന കേട്ടോ. 8 ടോപ്പ് എത്തി നമ്മൾ. അവിടെയൊക്കെ മഞ്ഞ് കിടക്കുന്ന. അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് ദൂരം മൗണ്ടൻ്റെ കുറച്ചുകൂടെ മേലോട്ട് നടന്നു പോകുന്ന കേട്ടോ. അവിടെ ഇതിനകത്ത് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നടന്നു പോകാനായിട്ട് ഒരു സ്റ്റിക്കൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട്, ഇങ്ങനെ കുത്തി നടക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഇങ്ങനെ സ്ലിപ്പായി പോകാതിരിക്കാനൊക്കെ ആയിട്ട് ഒരു ചെറിയ വടിയൊക്കെ ആയിട്ടാണ് നമ്മൾ നടക്കുന്നത്. കണ്ടോ ബോർഡ് കണ്ടോ, സെൻ ബെർണാർഡിനോ. അതിനകത്ത് മീറ്റർ എഴുതിയിട്ടുണ്ട്, എത്ര ഹൈറ്റ് എന്നുള്ളതിൻ്റെ മീറ്റർ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുന്ന കാര്യവും സബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്നും മറന്നു പോകരുതേ. വീണ്ടും വളരെ ഭംഗിയുള്ള വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ പിന്നെയും വരുന്നതാണ്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് സബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.